ഹലോ എവ്രി വൺ, എൻ്റെ പേര് അനീസ ഫാരിദ്. ഇത് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇസനെ സ്കൂളിലാക്കുന്നതും കൊണ്ടുവരുന്നതും ലൈബ്രറിയിൽ പോകുന്നതും പാർക്കിൽ പോകുന്നതും ഒരു വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ വെൽക്കം ടു മൈ ചാനൽ. ഇസ ഇന്ന് സമ്മർ ആയതുകൊണ്ട് ക്യാപ്പൊക്കെ ഇട്ട് സ്കൂളിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ നടന്നിട്ടാണ് സ്കൂളിലോട്ട് പോകുന്നത്. ഇവിടുന്ന് ഒരു 8-10 മിനിറ്റൊക്കെ നടക്കാനുള്ളൂ. അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ കറങ്ങിയിട്ട് വേറൊരു സൈഡിലോട്ട് വരണം. സ്കൂള് തൊട്ടടുത്താണെങ്കിലും നമുക്കൊന്ന് കറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഈ റോസസൊക്കെ കാണുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള റോസസാണ്. ഇത് മാൻസ്ഫീൽഡ് പോലീസ് സ്റ്റേഷനാണ്. ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇസൻ്റെ സ്കൂളിലെത്തി അവളെ ഡ്രോപ്പ് ചെയ്തു. അവളവിടെ ആക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് ഇസനെ പിക്ക് ചെയ്തിട്ടുള്ള സീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ അവൾക്കൊരു ഐസ് ലോലിപോപ്പൊക്കെ വാങ്ങിച്ച് അവൾക്ക് കൊടുത്ത് അവൾ നല്ല സന്തോഷത്തിൽ അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ പാർക്കിലോട്ട് പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് മഴയൊക്കെ വരാനുള്ള ചാൻസസ് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേഗം ലൈബ്രറിയിലോട്ട് പോകാമെന്ന്. അപ്പോൾ അവിടെ ആകുമ്പോൾ ഇസൊക്കെ എൻജോയ് ചെയ്യാമല്ലോ എന്ന്. അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ മാൻസ്ഫീൽഡ് ബ്രൂവറി. ഇത് നമ്മുടെ എന്താ പറയുക ബിയറൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്. ഇത് നമ്മൾ പണ്ട് സ്റ്റേ ചെയ്ത നമ്മുടെ ഓൾഡ് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ചേർച്ച് ഉണ്ട്. ഇതൊരു പാരിഷ് ചേർച്ചാണ്. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് നമ്മൾ ലൈബ്രറിയിലോട്ട് എത്തി. ഈ മാൻസ്ഫീൽഡ് സെൻട്രൽ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ലൈബ്രറിയാണ്. അടിപൊളി ലൈബ്രറിയാണ്. ഇവിടെ ചിൽഡ്രൻസിന്, അഡൾട്ട്സിന് പല സെക്ഷൻസ് ആയിട്ട് എക്സിബിഷൻസ് നടക്കാൻ, അതുപോലെ സൈലൻസ് സ്റ്റഡിക്കുള്ള ഏരിയാസ് വേറെ, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസുള്ള അബ്സല്യൂട്ട്ലി ഇവിടുത്തെ എല്ലാ സർവീസസും ഇവിടെ BRP കാർഡൊക്കെ ഉള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ മെമ്പർഷിപ്പ് എടുക്കാൻ ₹1 പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. £1 പോലും ഞാൻ ചിലവാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജസ്റ്റ് BRP കാർഡ് കൊണ്ടുപോയി ഇസക്കും എനിക്കും ഒക്കെ അക്കൗണ്ട് ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് അറ്റ് എ ടൈം 20 ബുക്സ് വരെ നമുക്ക് എടുക്കാം. പിന്നെ 20 ബുക്സ് വരെ നമുക്ക് എടുക്കാം. പിന്നെ അത് 22 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്കത് വായിച്ച് തീർന്നില്ലെങ്കിൽ നമുക്ക് റിന്യൂ ചെയ്യാനും കൂടെ ഓപ്ഷനുണ്ട്. പിന്നെ ഇവിടുത്തെ സിസ്റ്റംസ് 3 hours ഡെയിലി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ല അതിൽ കൂടുതൽ യൂസ് ചെയ്യണമെങ്കിലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തരും. കിഡ്സിൻ്റെ സെക്ഷനിൽ അവർക്ക് സെപ്പറേറ്റ് സിസ്റ്റംസ് ഉണ്ട്. പിന്നെ വലിയ ആൾക്കാരുടെ സെക്ഷനിൽ ഏകദേശം ഒരു 20+ സിസ്റ്റംസ് അവിടെ ഉണ്ട്. നമുക്ക് ഇൻ കേസ് ലാപ്ടോപ്പ് ഒക്കെ എന്തെങ്കിലും കേടാവുക ഡാമേജ് ആവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെയാണ് വരാറുള്ളത്. പിന്നെ പ്രിൻ്റ് എടുക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ ഒരുപാട് ബുക്സ് പല കാറ്റഗറീസായിട്ട് അവർ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. കിഡ്സ് സെക്ഷൻസ് തന്നെ ഒരുപാട് ഫ്രീ ടൈം, സ്റ്റോറി ബുക്സ്, ഫിക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്. പിന്നെ അതുമല്ല ഏജ് വൈസ് അവർ ഒരുപാട് കാറ്റഗറീസായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് ചിൽഡ്രൻസ് ഏരിയ ആയിരുന്നു. ഇത് അഡൽട്ട്സിൻ്റെ ഏരിയ ആണ്. ഇതിനപ്പുറത്തെ സൈഡിലൊക്കെ ഒരുപാട് കമ്പ്യൂട്ടേഴ്സൊക്കെ ഉണ്ട്. അതിൻ്റെ മേലെ കണ്ട പോർഷനാണ് ഒരു കഫേയാണ്. അതും ലൈബ്രറിയുടെ ഒരു പാർട്ട് തന്നെയാണ്. അങ്ങനെ ഈസ് എവിടെ ഇരുന്നിട്ട് ബുക്സൊക്കെ വായിക്കുകയാണ്. അവൾക്ക് ഇങ്ങനെ ഏതാ ബുക്സ് എടുക്കേണ്ടതെന്നുള്ള എല്ലാ ടൈമും കൺഫ്യൂഷനായിരിക്കും. ഇവിടുന്ന് വായിക്കുന്നേക്കാളും ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് വായിക്കാറുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടെ നിന്ന് എങ്ങനെ ബുക്സ് വാങ്ങിക്കും, ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഉള്ളതും കുട്ടികൾക്ക് ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ സ്റ്റേ ആൻഡ് പ്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സെഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ ക്രാഫ്റ്റിംഗ്, അവർക്ക് ഒരുപാട് കഴിവുകൾ ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ഫെസിലിറ്റീസൊക്കെ ഇവരിവിടെ ഒരുക്കുന്നുണ്ട്. അതും ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഇവിടെ എന്തും മീൻസ് അതിനൊന്നും നമ്മളൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ജസ്റ്റ് വരിക, അറ്റൻഡ് ചെയ്യുക. ഈവൻ നമ്മുടെ ID കാർഡ് പോലും കാണിക്കേണ്ട. കുട്ടിയാണെങ്കിൽ നമ്മൾ കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ. ഇവിടെ കയറി വന്ന് ഇരുന്ന ഇസക്ക് എല്ലാ സെഷൻസും സാറ്റർഡേയ്സിലും തേഴ്സ്ഡേയ്സിലൊക്കെ ഞാൻ കൊണ്ടുവരാറുണ്ട്. ആഫ്റ്റർനൂൺ സെഷൻസിലും
പിന്നെ ഇവിടുത്തെ ചിൽഡ്രൻസ് പ്ലേ ഏരിയേൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും ഇനി ചിൽഡ്രൻസിനെ മാത്രമല്ല വലിയവർക്കാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊരു ആംബിയൻസ് ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് സൈലൻ്റ് ആയിട്ട് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ വായിക്കാൻ വേണ്ടി ഒരുപാട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റിയ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇതിപ്പോൾ നേരത്തെ ഇസ ഇരുന്നതിൻ്റെ താഴെയുള്ള പോർഷനാണ്. ഇസയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ താഴെ ഇരുന്ന് വായിക്കാനാണ്. പിന്നെ ഇതല്ലാതെ കുറേ അതുപോലെ ഈ വിൻഡോസിലൊക്കെ നമുക്ക് ഇരുന്നിട്ട് വായിക്കാം. അതുപോലെ കാണുന്ന സാധനത്തിൻ്റെ ഹോളിൻ്റെ അകത്തൂടെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് വായിക്കാൻ പറ്റും. ഇസ നോക്കുന്നുണ്ടില്ലേ, അതിൻ്റെ അകത്തൂടെ പോയിട്ടൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കാണുന്ന ടേബിൾസ്, ചെയേഴ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഒക്കെ ആബ്സല്യൂട്ട്ലി ഫ്രീ ആണെന്നുള്ളതാണ്. ഇസക്ക് ഇവിടെ വന്നാൽ ഭയങ്കര കൺഫ്യൂഷനാണ് ഏത് ബുക്കാണ് എടുക്കേണ്ടതെന്ന്. കാരണം അത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒന്നെടുക്കുമ്പോൾ അവൾക്ക് തോന്നും വേറെ എടുക്കാമെന്ന്. അങ്ങനെ അവൾ പിന്നെ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഇത് മെയിനായിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ നിന്ന് ഗെയിം കളിക്കാനൊക്കെ പറ്റിയ ഒരു സംഭവമാണ്. അതുപോലെ നമ്പേഴ്സ്, ലെറ്റേഴ്സൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നല്ല എളുപ്പമാണ് അതിൽ. ഇത് ഇവിടുത്തെ ടോയ്ലറ്റാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞിട്ട് ടോയ്ലറ്റിലൊക്കെ പോയി വന്നു. ഇത് പുറത്തോട്ടുള്ള വ്യൂ ആണ്. അത് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടേക്ക് ഇരുന്ന് വായിക്കാനായിട്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്തിരുന്നിട്ട് കുറച്ച് ബുക്സൊക്കെ വായിച്ചു. മെയിനായിട്ട് ഈസയ്ക്ക് ഇഷ്ടം ഗാലക്സീസ്, യൂണിവേഴ്സ്, എർത്ത് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളോടാണ് കുറച്ചും കൂടെ താല്പര്യം. അപ്പോൾ നമ്മൾ എർത്തിൻ്റെ കാര്യങ്ങൾ, ഗ്രീൻ എനർജി, അതൊക്കെ അതിനെ പറ്റിയൊക്കെ ഇസ ഭയങ്കര കൺസേൺഡ് ആണ് എപ്പോഴും. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് സംസാരിക്കും. അപ്പം ഒരുപാട് നമ്മൾ കുട്ടികളെ ഈ ഒരു റീഡിങ് ഹാബിറ്റ് കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് ഇങ്ങനത്തെ കുറേ യൂസസ് ഉണ്ട്. റാബിറ്റിന്റെ ബേബി ബോൺ ആയപ്പോ റാബിറ്റിന്റെ ബേബിക്ക് ഫറൊന്നുമില്ല. ഫറുള്ള റാബിറ്റിന്റെ ബേബി എവിടെ? ഐ ഓപ്പൺ ആണോ റാബിറ്റിന്റെ ബേബി ഉണ്ടായപ്പോ? റാബിറ്റിന്റെ ബേബീസ് എവിടെ ഉണ്ടായിരുന്നത്? ആ ഹോളിന്റെ അകത്തില്ലേ? ഇനി പേജ് മറിക്ക് നോക്കട്ടെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. മങ്കീന്റെ ബേബി കണ്ടോ? എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ മങ്കീന്റെ ബേബി. ഈ കാണുന്നത് ലൈബ്രറിയുടെ വേറൊരു സെക്ഷനാണ്. ഇവിടെയും ഒരുപാട് നമുക്ക് സൈലൻ്റായിട്ട് ഒറ്റയ്ക്കിരുന്ന് വായിക്കാനും ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യാനൊക്കെ സ്ഥലങ്ങളുണ്ട്. ഇവിടെ മെയിനായിട്ട് ലാർജ് പ്രിൻസാണ് വരുന്നത്. ലാർജ് പ്രിൻസിൽ ഒരുപാട് സെക്ഷൻസായിട്ട് ക്രൈം, റൊമാൻസ്, ഫിക്ഷൻ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ഇത് മെയിനായിട്ടും വിഷനൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. എൻ്റെയും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ ലാർജ് പ്രിൻസ്. ഈവൺ എനിക്ക് വിഷന് പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ലാർജ് പ്രിൻസ് വായിക്കാൻ എനിക്കിഷ്ടമാണ്. പെട്ടെന്ന് പേജൊക്കെ മറിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ ഇവിടെ ക്യാപ്ചറിങ് ഷാഡോസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക മാൻസ്ഫീൽഡിൻ്റെ ഒരു ഹെറിറ്റേജിനെ പറ്റി ഒരു എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ എപ്പോൾ വരികയാണെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒരു എക്സിബിഷൻ ഉണ്ടാവും. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം, ഈ വാൾസ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ചിലപ്പം ഇവിടെ ആർട്ട് എക്സിബിഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ചിലപ്പം വേറെ എന്തെങ്കിലും ഇവിടെ നടക്കുന്ന വർക്ക്ഷോപ്പിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ്സൊക്കെ ഇവിടെ ഇവർ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത് ഇവിടുത്തെ സെൽഫ് സർവീസ് സിസ്റ്റംസാണ്. മേലെ 2 താഴെ 1 ഉണ്ട്. ഞങ്ങളിന്ന് പക്ഷേ കാർഡ് എടുക്കാൻ മറന്നു പോയതുകൊണ്ട് ഞങ്ങളിന്ന് കൗണ്ടറിൽ നിന്നാണ് ബില്ല് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോവുകയാണ്. ഈസ ഇവിടെ നോക്കിയിട്ട് എനിക്ക് അത് വേണം, ഇത് വാങ്ങി തരണം എന്നൊക്കെ പറയണം. അപ്പം ഞാനൊക്കെ യെസ് എന്ന് പറഞ്ഞ് പോവാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ കണ്ടത് അവിടെ കുറച്ച് ബ്രോഷേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം അപ്കമ്മിങ് ഈവൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ബ്രോഷേഴ്സൊക്കെ കളക്ട് ചെയ്തു. പിന്നെ താഴെ ഇരിക്കുന്ന ആ ഒരു പ്രായമുള്ള ആ അമ്മമ്മയാണ് ഇസേൻ്റെ ഇവിടുത്തെ ബെസ്റ്റി എന്ന് പറയുന്നത് ലൈബ്രറിയിൽ. അപ്പോൾ ഇവിടുത്തെ ഇസയുടെ ക്രാഫ്റ്റിംഗ് സെഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ ഇസ ഭയങ്കര കമ്പനിയാണ്. ഇസനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ അവരായിരുന്നു. അതാണ് ഇസ മേലെ നിന്ന് താഴോട്ട് കമൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പുറത്ത് ഇറങ്ങാൻ നിന്നപ്പം ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇസ കോട്ട് ഇടാൻ വേണ്ടി തീരുമാനിച്ചു. നേരത്തെ കോട്ട് കൂരി എൻ്റെ കയ്യിൽ തന്നതായിരുന്നു. അങ്ങനെ ഇസ കോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് ഭയങ്കര തണുപ്പാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം നമ്മൾ ഈസ കുറച്ച് എന്താ പറയുക പ്രാവിനൊക്കെ കണ്ടു. ഈസ അതിൻ്റെ പിന്നാലെയാണ് കേട്ടോ. ഇപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ 4 സീസൺസ് ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഒരു പാർട്ടാണ്. ലൈബ്രറിയും ആ ഒരു ബിൽഡിംഗ് തന്നെ ഉള്ളത്. ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇത് നമ്മൾ ഇവിടുത്തെ സ്ട്രീറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു പഴയ സ്ട്രീറ്റ്, എപ്പോഴും ഇവിടെ ഫുള്ളായിരിക്കും. എല്ലാ മീൻസ് വർക്കിംഗ് ഹവേഴ്സൊക്കെ ഇവിടെ ഫുള്ളായിരിക്കും, ആളുകളുണ്ടാവും. ഇവിടെ ഒരുപാട് മ്യൂസീഷ്യൻസൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് നമുക്ക് ആരും കാണാനില്ല. ഇവിടെ ചിലപ്പോൾ അവർ സ്ട്രീറ്റിൽ പാട്ട് പാടിക്കൊണ്ടും എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും. അത് ഭയങ്കര രസമാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ മാർക്കറ്റ് പ്ലേസ്, മാൻസ്ഫീൽഡിലെ മാർക്കറ്റ് പ്ലേസ്. നമ്മുടെ നാട്ടിലെ ചന്തയൊക്കെ പോലത്തെ ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ കുറേ ഐറ്റംസ് വാങ്ങാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തൊരു പ്ലാന്റ്സിൻ്റെ ഒക്കെ ഷോപ്പുണ്ട്. ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉള്ള ഷോപ്പുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഓൾഡ് റൂമിൻ്റെ ഒക്കെ ഏരിയ ആണ്. ഇവിടെ ഒരുപാട് പബ്ബും ബാറൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. ആ കാണുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ചർച്ച്. നമ്മുടെ മാൻസ്ഫീൽഡിലെ ഒരു നമ്മൾ നേരത്തെ കണ്ടില്ല ആ ഒരു പാരിഷ് ചർച്ചാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈസ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. ഞാനിനി വീട്ടിലേക്ക് വരുന്നില്ല, എനിക്ക് ഇനിയും കളിക്കണം, എനിക്ക് പാർക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈസ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം സ്കൂൾ കഴിഞ്ഞ് നമ്മളൊന്നും കഴിക്കാതെയാണ്, സ്കൂളിൽ നിന്ന് ഫുഡ് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂൾ കഴിഞ്ഞ് ഫുഡൊന്നും കഴിക്കാത്ത കാരണം നമ്മൾ വിചാരിച്ച് വീട്ടിലോട്ട് തിരിച്ചു പോകാമെന്ന്. പോകുന്ന വഴി നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ മുളച്ചുണ്ടായ ചെടികളാണ്. സ്പ്രിങ് ആയപ്പം അപ്പോൾ കുറേ പോയി. നല്ല ഭംഗിയിൽ ഒരുപാട് ഫ്ലവേഴ്സും പ്ലാന്റ്സൊക്കെ ഈ ഒരു ഏരിയയിലുണ്ടാവും. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ കുറേ ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായതാണ്, അതല്ലാതെ അവിടെ നട്ട് പിടിപ്പിച്ചിട്ട് ചെടികൾ കുറേ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചു വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് പാർക്കിൽ പോവാം എന്നാണ് നെക്സ്റ്റ് അഗ്രി ചെയ്തിട്ടുള്ളത്. ഞാൻ എന്നാൽ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് ആ കരച്ചിൽ മാറ്റി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു, ഫുഡൊക്കെ കഴിച്ച് റെഡിയായി ഡ്രസ്സ് മാറി ഞങ്ങൾ പാർക്കിലേക്ക് പോവുകയാണ്. അതാണ് ആ മുഖത്ത് കാണുന്ന ഹാപ്പിനെസ്. പിന്നെ നമ്മൾ കണ്ണാടി നോക്കിയിട്ട് എൻ്റെ മുഖത്ത് ഇവിടെ കുരുണ്ട്, അവിടെ കുരുണ്ട്, എൻ്റെ ലുക്കൊക്കെ പോയോ എന്നൊക്കെ കണ്ണാടിയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് വന്നു. ഇതിവിടുത്തെ ഒരു പ്രത്യേക വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഞങ്ങളങ്ങനെ റോഡിലൂടെ നടന്നിട്ട് തന്നെയാണ് ഞങ്ങൾ പാർക്കിലും പോകുന്നത്. ഞങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാനൊന്നും നിൽക്കാറില്ല. ഞങ്ങൾ തന്നെ നടന്ന് ഞങ്ങൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്ന ടൈപ്പാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് പാർക്കിലോട്ട് പോവുകയാണ്. ആ വരുന്ന സംഭവം ഉണ്ടല്ലോ, ആ വരുന്ന ബസ്സാണ് പിങ്ക് പേർപ്പിൾ കളർ ബസ്സാണ്. മാൻസ്ഫീൽഡിൽ നിന്ന് നോട്ടിങ്ങാമിലോട്ട് വന്ന പ്രോണ്ട ബസ്. അതെൻ്റെ സ്വന്തം ബസ്സാണ്. അതിലാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് ഉണ്ടായിരുന്ന സമയത്ത് അങ്ങോട്ടും ഇപ്പോൾ വർക്കിനൊക്കെ പോകുന്നത് അതിലാണ്. പിന്നെ ഈ കാണുന്നതാണ് വാട്ടർ മെഡോസ്. ഇത് ഇവിടുത്തെ ഒരു ലേഷ്യർ സെൻ്ററാണ്. ഇവിടെ സ്വിമ്മിങ്ങിനൊക്കെ പറ്റിയ പൂൾസ് ഉണ്ട്, സ്വിമ്മിങ് ലെസൺസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് എൻ്റർടൈനിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ടിഷ്വീൽ പാർക്ക്. ഇങ്ങോട്ടാണ് നമ്മൾ വന്നത്. ഈ ടിഷ്വീൽ പാർക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു പാർക്കാണ്. ഇത് നമുക്ക് ഇന്നൊരു ദിവസമൊന്നും ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഒരുപാട് ഇതിൻ്റെ ഒരു സൈഡ് മാത്രമാണിത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിലോട്ട് മാത്രമാണ്. പിന്നെ ഇതിനപ്പുറത്തെ സൈഡൊക്കെ ഒരുപാട് ഭംഗിയുള്ള ഏരിയാസ് ഉണ്ട്. ഇതിൻ്റെ ഈ ചിൽഡ്രൻസ് പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സംഭവമാണ് അഡൾട്ട്സിൻ്റെ ബാസ്കറ്റ് ബോൾ കോർട്ട്. ഇനി ഈസ ഇവിടെ കുറേ കളിച്ചു. നമുക്ക് പക്ഷേ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അവിടെ ഒരു റിവറൊക്കെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്നുണ്ട്. ഈ പാർക്കിൻ്റെ ഉള്ളിലൂടെ നല്ല ഭംഗിയുള്ള ഏരിയാസ് ഉണ്ട്. പിന്നെ ഒരു ജിമ്മുണ്ട്, ഒരു ഓപ്പൺ ജിമ്മുണ്ട് ഇതിൻ്റെ അകത്ത്, ഈ പാർക്കിൻ്റെ അകത്ത്. പിന്നെ ഒരുപാട് വളരെ ഭംഗിയുള്ള ഏരിയാസ് ഉണ്ട്. കുട്ടികൾക്ക് സൈക്കിളൊക്കെ ചവിട്ടാനും പിന്നെ വേറൊരുപാട് ഗെയിംസൊക്കെ നടക്കുന്ന സ്ഥലങ്ങളും ഒരുപാട് കഫേസൊക്കെ ഈ ഒരു പാർക്കിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പിന്നെ ആ ഒരു റിവർ എന്ന് പറഞ്ഞില്ല, അത് ആക്ച്വലി റിവറിനെ പോലെ ഒന്നും നമ്മുടെ നാട്ടിലൊരു തോടിൻ്റെയും ഒരു ചെറിയൊരു സാധനം, അതിനെയാണ് ഇവർ റിവർ എന്ന് വിളിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്, നല്ല ക്ലീനാണ്. പിന്നെ ഒരുപാട് ഡക്സും ഒരുപാട് ബേർഡ്സൊക്കെ ആ റിവറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന എപ്പോൾ വന്നാലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈസ ഇവിടുത്തെ ഒരുപാട് റൈഡ്സൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഈ വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ബൈ, സീ യു.